സമയം ദൈവസന്നിധിയിൽ നല്ല വചനവുമായിട്ട് നമുക്കിരിക്കുമ്പോൾ നമുക്കൊരു വചനം എടുത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. 2 Peter chapter 1 verse numbers 10 and 11. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. So dear brothers and sisters, work hard to prove that you really are among those God has called and chosen. Do these things and you will never fall away. Then God will give you a grand entrance into the eternal kingdom of our Lord and Savior Jesus Christ. അപ്പം വചനം നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുക. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് എന്തുകൊണ്ട്. അതിനകത്ത് താഴോട്ട് നമ്മൾ 3 തൊട്ട് 2 പത്രോസ് 1:3 തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് എന്ന് കാണാൻ സാധിക്കും. അതൊക്കെ കൊണ്ട് തിരുവചനത്തിനകത്ത് പറയുകയാണ്, അപ്പോസ്തലനായ പത്രോസ് എഴുതി വെച്ചിരിക്കുക, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ വർക്ക് ഹാർഡ്. എന്തിനാണ് പരിശ്രമിക്കേണ്ടത്? എന്തിനാണ് ആഞ്ഞു വെച്ച് ബന്ധപ്പെട്ട് പരിശ്രമിച്ച് ചിലതൊക്കെ അധ്വാനിക്കാനാണ് പറയുന്നത്. വർക്ക് ഹാർഡ് അല്ല എന്ന് വെച്ചാൽ അധ്വാനിക്കുക. എന്തിനാണ് അധ്വാനിക്കുന്നത്? കാണിച്ചു കൊടുക്കാൻ നമ്മൾ ദൈവം വിളിച്ചവരും തെരഞ്ഞെടുത്തവരും ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പം വിളിച്ചവരും തെരഞ്ഞെടുത്തവരും അല്ലേ, ഇന്നൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ വിളിക്കപ്പെട്ട വ്യക്തി, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഹല്ലേലൂയ. പിശാചിനെ തോപ്പിക്കണോ? ചിലതൊക്കെ വിളിച്ചു പറയണം. ഹല്ലേലൂയ. പറയണം, ഞാൻ വിളിച്ച വ്യക്തി, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അപ്പം കർത്താവിനാൽ വിളിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടയും ആയ വ്യക്തി ആയത് കാരണം ഹല്ലേലൂയ ചിലതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിലതിനൊക്കെ നമ്മൾ പരിശ്രമിക്കണം അല്ലേ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ, അപ്പം അതിൻ്റെ മേളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്കത് നോക്കാം. ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും നിങ്ങൾ വീണു പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്ക് നിത്യരാജ്യത്തിനകത്തേക്ക് ഹി വിൽ ഗിവ് യു എ ഗ്രാൻഡ് എൻട്രൻസ് എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞാൽ ജയാളിക്ക് കൊടുക്കുന്ന ഒരു എതിരേൽപ്പാണ്. നിങ്ങൾക്കൊരു വലിയൊരു എതിരേൽപ്പ് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്? നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഹല്ലേലൂയ. അപ്പം അതിൻ്റെ 5-ാം തിരുവചനം അല്ലെങ്കിൽ 3 തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നു, ദൈവം നമുക്ക് സകലതും തന്നിട്ടുണ്ട്. നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കാനായിട്ട് സകലതും നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 5 തൊട്ട് നമുക്ക് ശ്രദ്ധിക്കാം. 5-നകത്ത് പറയുന്നു 2 പത്രോസ് 1:5. അപ്പം 5 തൊട്ട് 9 വരെയും കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുമ്പോഴാണ് 10ഉം 11ഉം നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ 5-നകത്ത് കിടക്കുന്നു, ഇൻ വ്യൂ ഓഫ് ഓൾ ദിസ് മേക്ക് എവറി എഫേർട്ട് ടു റെസ്പോണ്ട് ടു ഗോഡ്സ് പ്രോമിസസ്, സപ്ലിമെന്റ് യുവർ ഫെയ്ത്ത്. 5ഉം 6ഉം 7ഉം ഒന്ന് നമുക്ക് എടുക്കാം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അപ്പം നമ്മൾ ഉത്സാഹം കഴിക്കണം. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ ഉത്സാഹിയാകും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. സകല ഉത്സാഹവും കഴിക്കണം. എന്തിനാണ് ഉത്സാഹം കഴിക്കേണ്ടത്? നിങ്ങളുടെ വിശ്വാസത്തോടും വീര്യത്തോടും പരിജ്ഞാനത്തോട് ആത്മനിയന്ത്രണവും ആത്മനിയന്ത്രണത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ആമേൻ. സ്വദ്രമ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നല്ലേ. ഒന്ന്, നമ്മൾ ദൈവത്തിന് മേക്ക് എവറി എഫേർട്ട് ടു റെസ്പോണ്ട് ടു ഗോഡ്സ് പ്രോമിസസ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾക്കും നമ്മൾ പ്രതികരിക്കാനെന്നാണ് പറയുന്നത്. റെസ്പോണ്ട് ടു ഗോഡ്സ് പ്രോമിസസ്. അപ്പോൾ ഒരു നിബന്ധന അധ്വാനിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ. 2 പത്രോസ് 1:10 പറഞ്ഞു നമ്മൾ ബന്ധപ്പെടാൻ, നമ്മൾ അധ്വാനിക്കാൻ. എവിടെയാണ് അധ്വാനിക്കേണ്ടത്? ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾക്കും നമ്മൾ റെസ്പോൺസീവ് ആകുക. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾക്കും നമ്മൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗ്ദത്തങ്ങൾ കേട്ടു, വാഗ്ദത്തങ്ങൾ വായിച്ചിട്ട് നമ്മൾ അതിനെയൊക്കെ അതവിടെ കിടക്കട്ടെ, അതൊക്കെ ദൈവവചനമല്ലേ, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതല്ലേ, ഞാൻ ഡേറ്റ് എഴുതി വെച്ചു അത് മതി എന്ന് പറഞ്ഞിരിക്കുവല്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി
പരിശ്രമിക്കുക, നമ്മൾ പ്രതികരിക്കുക. നമ്മൾ വാഗ്ദത്തം കേട്ടു, ഒരു ചെറിയൊരു വാഗ്ദത്തം നമ്മൾ കേട്ടു, നമ്മുടെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമായി തീരുമെന്ന്. ഈ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകാൻ വേണ്ടി ഒരു നേരം അവരുടെ തലയിലെങ്കിലും കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ അവരെ ആ ലോകത്തിൽ പ്രശസ്തരാകാൻ വേണ്ടി, ക്രിസ്തുയേശുവിൽ പ്രശസ്തരാകാൻ വേണ്ടി നമ്മൾ അവരെ തിരുവചനത്തിൻ്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടോ? നമ്മൾ അവരോട് നിർബന്ധിക്കുന്നുണ്ടോ? കുഞ്ഞെ, നീ വചനം വായിക്കുക, നീ ധ്യാനിക്കുക, നീ ഒരു അരമണിക്കൂർ നീ ഒന്ന് പ്രാർത്ഥിക്കുക, നീ ഒരു നേരത്തെ ആഹാരം നീ ഒന്ന് വെടിഞ്ഞ് നീ ഒന്ന് ഉപവസിക്കുക. നമ്മൾ അവരെ ക്രിസ്തുവിൽ അഭ്യസിപ്പിക്കുന്നുണ്ടോ? സ്തോത്രം. അതോ നമ്മൾ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതര് ക്രിസ്തുയേശുവിൽ പ്രശസ്തര്, വാഗ്ദത്തം ശരി അവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കേട്ട് കാണും, ചിലപ്പം നമ്മൾ ദൈവവേല ചെയ്യും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അല്ലേ, ദൈവവേല ചെയ്യുമെന്ന്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? തിരുവചനം നമ്മളെ ഇന്ന് നിർബന്ധിക്കുക. ഹല്ലേലൂയ. നിർബന്ധിക്കുന്ന എങ്ങനെയാണ്? നിങ്ങൾ സകല പരിശ്രമവും ചെയ്യും. മേക്ക് എവറി എഫേർട്ട് ടു റെസ്പോണ്ട് ടു ഗോഡ്സ് പ്രോമിസസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രതികരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അതിനകത്ത് പറയുന്നു, സപ്ലിമെന്റ് യുവർ ഫെയ്ത്ത് വിത്ത് എ ജനറസ് പ്രൊവിഷൻ ഓഫ് മോറൽ എക്സലൻസ് ആൻഡ് മോറൽ എക്സലൻസ് വിത്ത് നോളജ്. അങ്ങനെ പറയുക. എന്താ? നിങ്ങളുടെ വിശ്വാസത്തിനോട് ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ. കൂടെ ഒന്ന് വായിച്ചു അതിൻ്റെ 5 നിങ്ങളുടെ വിശ്വാസത്തിനോട് എന്തൊക്കെയാണ് ചേർത്ത് വെക്കേണ്ടത് എന്ന് വായിച്ച്. മോറൽ എക്സലൻസ് ഒന്ന് വായിച്ച്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. കണ്ടോ? വിശ്വാസത്തോട് വീര്യം. ഹല്ലേലൂയ. മോറൽ എക്സലൻസ്. ഞാൻ പറയുന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും വാങ്ങുന്നതും എൻ്റെ ചിന്തകളും എല്ലാം, ഹല്ലേലൂയ, അതിനകത്ത് ഒരു കുറവുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ക്രിസ്തു ചെയ്യുന്നത് പോലെ ചെയ്യാൻ. ഓ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ചെയ്യുന്നത് പോലും, ആരും എന്നെ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറയത്തില്ലേ, ആൾക്കാർ പറയത്തില്ലേ അങ്ങനെയൊക്കെ. എൻ്റെ എല്ലാ കൊടുക്കൽ വാങ്ങലെല്ലാം ഞാൻ വളരെ നേരെ പോ എന്നൊക്കെയാണെന്നൊക്കെ പറയത്തില്ലേ. ഹല്ലേലൂയ. കർത്താവിനെ നിലനിർത്തി തന്നെയാണോ എൻ്റെ കൊടുക്കൽ വാങ്ങലെല്ലാം? അല്ലേ, ഞാനൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ശോധന ചെയ്യാൻ ഭയങ്കര മിടുക്കരാ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നുണ്ടോ? എൻ്റെ ഓരോ കാര്യങ്ങൾ, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ കൊടുക്കൽ വാങ്ങല്, എൻ്റെ നോട്ടം, നടപ്പ്, ഹല്ലേലൂയ, എൻ്റെ സകല കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഞാൻ പാലിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ്, ക്രിസ്തുവാണ് എൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിനെ പോലെ നമ്മൾ പറയത്തില്ലേ, റോൾ മോഡൽസ്. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നീ അവനെ നോക്കി ഒന്ന് പഠിച്ചേ, നീ അവളെ നോക്കി ഒന്ന് പഠിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റിപ്പോർട്ട് കാർഡൊക്കെ കൊണ്ടുവരുമ്പോൾ എത്ര വീടുകളിലുണ്ട് അപ്പനും അമ്മ ചോദിക്കും, അവക്ക് എത്ര കിട്ടി എന്ന് ചോദിക്കും അല്ലേ, അവൻ എത്ര കിട്ടി എന്ന് ചോദിക്കും അല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അതല്ലാതെ താരതമ്യപ്പെടുത്താതെ നമുക്ക് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, കമ്പയർ ചെയ്യാൻ ക്രിസ്തുവിനോട്. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെ പോലെയാണോ? ഹല്ലേലൂയ. ക്രിസ്തു എല്ലാം സ്നേഹം നിറഞ്ഞ ചെയ്തത്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് പ്രതികരിക്കുന്ന എങ്ങനെയാണ്? വിശ്വാസത്താൽ. ഈ വിശ്വാസത്തിനകത്ത് ഹൈ മോറൽ എക്സലൻസ്. ഹല്ലേലൂയ. എൻ്റെ എല്ലാ കൊടുക്കൽ വാങ്ങലെല്ലാം ഏറ്റവും നല്ല നിലവാരം. എന്നിട്ട് മോറൽ എക്സലൻസ് വിത്ത് നോളജ്. അറിവും കൊണ്ട് ഞാൻ ദൈവവചനം അറിയും തോറും, ദൈവം എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അറിയും തോറും, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ അറിയും തോറും, ഹല്ലേലൂയ, എനിക്ക് എത്ര ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചാലും ആ സ്കൂളിലും കോളേജിലും പഠിത്തത്തിലും കിട്ടുന്ന അറിവിനെക്കാട്ടിലും വലുതാണ് ഹല്ലേലൂയ ദൈവരാജ്യത്തിനകത്തുനിന്ന് കിട്ടുന്ന അറിവ്. ഈ നേടിയ അറിവെല്ലാം നമ്മളെ ചീർപ്പിക്കത്തതേ ഉള്ളൂ അല്ലേ. നമ്മുടെ ദൈവവചനം ഒരുപാട് കേട്ടു എടുത്തു, ഒരുപാട് പേര് പ്രാർത്ഥിക്കും, കർത്താവ്
കർത്താവെ എനിക്ക് ദൈവവേലയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനൊന്ന് അഭിഷേകത്താൽ നിറയട്ടെ. ഈ കിട്ടിയ നിറവും കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഈ കിട്ടിയ അറിവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഈ കിട്ടിയ അറിവും ദൈവരാജ്യത്തിനകത്തെ ഉള്ള കാര്യങ്ങളും കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? കർത്താവിൻ്റെ വചനം നമ്മളെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. മോറൽ എക്സലൻസ് വിത്ത് നോളജ് വിത്ത് സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മനിയന്ത്രണം ഇട്ടുതരാൻ, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. ഇപ്പോഴും നമ്മൾ ദൈവവചനമൊക്കെ കേട്ടിട്ടും എടുത്തിട്ടുമൊക്കെ തൊട്ടേനും എടുത്തതിനുമൊക്കെ നമ്മൾ ചാടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? കൈവിട്ടു പോകുന്നുണ്ടോ? ചിലപ്പം പറയാറുണ്ടോ, അയ്യോ കർത്താവെ കൈവിട്ടുപോയി, അറിയാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ടോ? എവിടാണ്? ഹല്ലേലൂയ. നമ്മൾ എവിടാണ് ഇന്ന് നിൽക്കുന്നത്? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുക, ഗോഡ്ലിനെസ് വിത്ത് ബ്രദർലി അഫെക്ഷൻ ആൻഡ് ബ്രദർലി അഫെക്ഷൻ വിത്ത് ലവ് ഫോർ എവ്രി വൺ. എല്ലാം കൊണ്ട് അവസാനിക്കുന്നത് സ്നേഹത്തിനകത്താണ്. ആ വാക്യം അതിൻ്റെ 7 അവസാനിക്കുന്നത് എല്ലാവരോടും സഹോദരപ്രീതി, സഹോദര സ്നേഹം. ഹല്ലേലൂയ. സകല മനുഷ്യരോടും. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം എന്ന് കരുതി സകലരോടും എനിക്ക് ഇടപെടാൻ സാധിക്കണം. ഇന്ന് കർത്താവിനോട് ഇന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചേ, കർത്താവെ ഇതിനെല്ലാറ്റിലും ഉപരിയായിട്ട് എന്നെ സ്നേഹം കൊണ്ടൊന്ന് നിറച്ചേ. ഹല്ലേലൂയ. എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത്, എൻ്റെ കൊടുക്കൽ വാങ്ങലിനകത്ത്, ഞാനൊരു വചനം പറയുന്നിടത്ത്, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നിടത്ത് ഒന്ന് പറഞ്ഞേ, കർത്താവെ എന്നെ സ്നേഹം കൊണ്ടൊന്ന് നിറച്ചേ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അകത്ത് എന്ത് സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. സകലരെയും നോക്കി, സകലരോടും, ഈ കുറ്റം പറഞ്ഞവരോടും ഒക്കെ നോക്കി കർത്താവിന് ഭയങ്കര മനസ്സലിവായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ്. നമുക്കൊന്നും യേശുവിനെ പോലെ ആയിത്തീരാൻ നമ്മൾ ഒരു നാളിലായിത്തീരും പൂർണ്ണമായും. പക്ഷെ നമ്മുടെ ശ്രമം ഇവിടെയാ. ഹല്ലേലൂയ. നമ്മൾ ശ്രമിക്കുക യേശുവിനെ പോലെ ആയിത്തീരുവാൻ. ഇന്നൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണം. ആ സ്നേഹം കൊണ്ട് എന്നെ ഒന്ന് നിറച്ച് എന്നെ യേശുവിനെ പോലെ ആകാനൊന്ന് സഹായിക്കണം. നമ്മുടെ പ്രാർത്ഥന അത് മാത്രമായിരിക്കണം. സഹോദര സ്നേഹം. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്ന സ്നേഹം. ഒരാളൊരു വിഷമത്തിൽ കിടക്കുമ്പം ആ ആളിനോട് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുക, നിങ്ങൾ ഇങ്ങനെ 8-ാം തിരുവചനം പറയുക, നിങ്ങൾ ഇങ്ങനെ വളർന്നാൽ. 8 എന്ന് മലയാളത്തിലൊന്ന് വായിച്ച്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഇവ ഏതാണ്? ഈ 6ഉം 7ഉം ഒക്കെ പറഞ്ഞത്. ഇവ നിങ്ങളുടെ അകത്തുണ്ടായിട്ട് നിങ്ങൾ വർദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആകാതെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പം the more you grow like this, ഇന്ന് ഈ വചനമൊക്കെ ഇതിൽ ധ്യാനിക്കണം. എന്നിട്ട് ആ വചനഭാഗത്തിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, കർത്താവെ ഈ 2 പത്രോസ് 1:5, 6, 7 എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഭാഗമാകട്ടെ. ഞാൻ അതേപോലെ ഒന്ന് ആകട്ടെ. ഹല്ലേലൂയ. ഏറ്റവും ഹൈ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി. ഒരു കുറ്റം പറയാനോ, ഒരു നാവിൽ നിന്നൊരു ചെറിയൊരു കള്ളം പറയാൻ പോലും പേടിയുണ്ടാകുന്ന വണ്ണം വളരെ വിശുദ്ധിയോടെ, എൻ്റെ ജീവിതം വളരെ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ. ഞാൻ ഒരു ദേവദാസം പറഞ്ഞു കേട്ടിട്ടുണ്ട്, തെങ്ങിൻ കള്ള് എടുക്കുന്നതിൻ്റെ ചുവട്ടിൽ പോലും പോയി ഇരിക്കത്തില്ല. പിന്നെ നാട്ടുകാർ പറയും കള്ളു കുടിച്ചു എന്ന്, അല്ലേ? അപ്പം കള്ളു കുടിച്ചിട്ടല്ല, ഒരു വേണ്ടാത്ത ഒരു കാര്യം ചെയ്തിട്ടല്ല, പക്ഷെ അതിൻ്റെ അടുത്തോട് പോലും പോകത്തില്ല. അത്ര വിശുദ്ധിയോടെയാണ് നാം നമ്മളെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ കർത്താവിൻ്റെ ആ വിളിക്കനുസരിച്ച് ആക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവിടെ പത്രോസ് എഴുതി വെച്ചിരിക്കുക, ഞാൻ ഇങ്ങനെ വളരും തോറും, എന്നെക്കുറിച്ച് ഞാൻ ബോധമുള്ളവനായി വളരും തോറും, ഹല്ലേലൂയ, the more productive and useful you will be in your knowledge of our Lord Jesus Christ. ഞാൻ പറയട്ടെ, നമ്മൾക്ക് കിട്ടിയ ദൈവവചനത്തിൻ്റെ അറിവ് വെച്ച ഹല്ലേലൂയ നമ്മളെ ദൈവം അളക്കുന്നത്. സ്തോത്രം. നമ്മൾ ഈ കേട്ട്, നമ്മൾ ഈ അറിഞ്ഞ സകല അറിവിനും നമ്മൾ ഹല്ലേലൂയ അതിന് വില കൊടുക്കേണ്ടവരാ. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഒരു സിമ്പിൾ ഒരു ഉദാഹരണം, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, നമ്മൾ എന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആ ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിച്ചു തരും സകല നിയമങ്ങളും, റോഡിൻ്റെ സകല നിയമങ്ങളും നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു പാസ്സായി എന്നുള്ള തെളിവാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ്.
പാസ്. നമ്മൾ എന്നിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യല്ലെന്ന്, അല്ലെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ നിർത്തണമെന്ന്. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കിട്ടിയാൽ അതിൻ്റെ അടയാളമാണ് നമുക്ക് ആ രാജ്യത്തുള്ള സകല ട്രാഫിക് നിയമത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടെന്ന്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അയ്യോ എനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന്. അതേപോലെ തന്നെ ഹല്ലേലൂയ, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അറിവും കൊണ്ട് നമ്മൾ ചീർത്തു വരുക അല്ലേ? ഈ അറിവിനെയും കൊണ്ട് ഹല്ലേലൂയ